Hello friends. നമ്മുടെ ടെൻസ് ഇംഗ്ലീഷ് ടെൻസിനെ പറ്റിയുള്ള നമ്മുടെ ചിന്തകൾ, നമ്മുടെ പഠനങ്ങൾ ഇപ്പോൾ നമ്മൾ ഏഴാമത്തെ ടെൻസിലെത്തുന്നു. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്. ഏഴാമത്തെ ടെൻസാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. നമ്മൾ സാധാരണ പോലെ തന്നെ അതിൻ്റെ ഫോമാണ് ആദ്യം. ഫോം പാസ്റ്റ് ഫോം ഓഫ് ഹാവ്, അതായത് ഹാഡ്. ഹാവിൻ്റെ പാസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഫോം ഓഫ് ദ വെർബ്. V3 എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അതാണ് നമ്മളത് കണ്ടതാണ്. പ്രസന്റ് പെർഫെക്റ്റ് പഠിച്ചപ്പോൾ നമ്മളത് കണ്ടതാണ് അല്ലേ. ഹാസ്, ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാവ് ഗോൺ, ഹാസ് ഗോൺ. ഇവിടെ ഇപ്പം ഹാഡ് ലിവ്ഡ്, ഹാഡ് ഗോൺ. ഹാഡ് ഗോൺ എന്നുള്ളത് ഇറഗുലർ, ഗോ വെൻസ് ഗോൺ. ഹാഡ് ലിവ്ഡ് എന്നുള്ളത് റെഗുലർ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഒരു വ്യത്യാസമൊന്നുമില്ല. പാസ്റ്റ് ടെൻസ് പോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും ഒരേ ഫോം. I had gone, you had gone, he had gone, she had gone, it had gone, we had gone, you had gone, they had gone. Boys had gone, girls had gone, boy had gone, girl had gone. See, no problem. Very simple. And then they had gone, നമുക്ക് contract ചെയ്യാം. Contract എന്ന short form ഉണ്ട്. They had gone, they had gone. Had എന്നുള്ളതിന് നമുക്ക് they had gone. അങ്ങോട്ട് മാറ്റി വെച്ച് അവിടെ ഒരു അപ്പോസ്ട്രോഫി ഇട്ടാൽ they had gone, they had gone. They had, sorry, sorry, he had gone. This one, they, see, that is conducted from me. Sorry, that is sorry, stop. They had gone will be they had gone. ഇതാണ് സോറി അതായത് എച്ച് മാറ്റുക, എച്ച് മാറ്റി എച്ചും എയും മാറ്റുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ദേ കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഇടുന്നു. ദേ ഹാഡ് ഗോൺ, ദേ ഹാഡ് ഗോൺ, വി ഹാഡ് ഗോൺ, ദേ ഹാഡ് ഗോൺ, വി ഹാഡ് ഗോൺ. മറ്റേ തെറ്റാണ്, സോറി, ക്ഷമ. ദേ ഹാഡ് ഗോൺ, വി ഹാഡ് ഗോൺ, യു ഹാഡ് ഗോൺ, ഷി ഹാഡ് ഗോൺ, യു ഹാഡ് ഗോൺ, യു ഹാഡ് ഗോൺ. എച്ചും എയും നമുക്ക് എടുത്തു കളഞ്ഞിട്ട് അവർ അപ്പോസ്ട്രോഫി ഇട്ടാണ്. മനസ്സിലായോ? സിമ്പിൾ. വി ഹാഡ് ഗോൺ, യു ഹാഡ് ഗോൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നെഗറ്റീവ് സിമ്പിൾ. രണ്ട് ഭാഗം ഉണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗം കഴിയുമ്പം നെഗറ്റീവ് എടുക്കുക. അപ്പം ദേ ഹാഡ് നോട്ട് ഗോൺ, ഹി ഹാഡ് നോട്ട് ഗോൺ. അതിൻ്റെ ഷോർട്ട് ഫോം ഹി ഹാഡിൻ ഗോൺ. സാധാരണ പോലെ വാസിൻ ഗോൺ പോലെ ഹാഡ് നോട്ട് ഗോൺ എന്നുള്ളതിന് പകരം ഓ മാറ്റി വെച്ച് അപ്പോസ്ട്രോഫി ഇടുക. അപ്പം ഹി ഹാഡിൻ ഗോൺ. യെസ് നോ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ രണ്ട് ഭാഗം ഉണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗം എടുത്ത് ആ സെൻറ്റൻസിൻ്റെ ആദ്യം ഇടുക. ഹി ഹാഡ് ഗോൺ, ഹാഡ് ഹി ഗോൺ. ഇതിനെ മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്. ഹാഡ് ഹി ഗോൺ. ഡബ്ല്യൂച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചേരുന്ന ഒരു ഡബ്ല്യൂച്ച് വേർഡ് എടുക്കുക. എന്നിട്ട് ഹി ഹാഡ് ഗോൺ ടു മുംബൈ. സ്ഥലത്തിൻ്റെ ഡബ്ല്യൂച്ച് ക്വസ്റ്റ്യൻ വേർഡ് ഏതാ? വേർ. ഹി ഹാഡ് ഗോൺ ടു മുംബൈ ആദ്യം അതിനെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് 1 യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കണം. അപ്പം ഹാഡ് ഹി ഗോൺ ടു മുംബൈ എന്നായി. മുംബൈക്ക് പോകാൻ വേർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഷുഡ് ബിഗിൻ വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്. സോ വേർ ഹാഡ് ഹി ഗോൺ. നമ്മൾ അങ്ങനെ ഒരു രീതിയിലാണല്ലോ ഇത് പഠിക്കുന്നത്. പല രീതിയാണ്, the method of leading the tense. First form, second distribution, third negative, fourth. ഇവിടെ ഒരു വ്യത്യാസമുള്ളത് പോസിറ്റീവ് നമുക്ക് കൺട്രാക്ട് ചെയ്യാം. ഞാൻ തെറ്റു വരുത്തിയില്ല. ദേ ഹാഡ് ഗോൺ എന്ന് പറഞ്ഞാൽ ദേ ഹാഡ് ഗോൺ. ഡി മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് അപ്പോസ്ട്രോഫി ഇട്ടാൽ ദേ ഹാഡ് ഗോൺ. നെഗറ്റീവ് ഹാഡ് ഇറ്റ്, ഹാഡ് നോട്ട് ഹാഡ് ഇറ്റ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആദ്യത്തെ ഭാഗം സബ്ജക്റ്റിന് മുമ്പ് എഴുതുക.
They had gone, had they gone? She had gone, had she gone? Then WH question ആണെങ്കിൽ she had eaten a mango. What had she eaten? What had she eaten? Appropriate question പഠിച്ചത് ക്ലിയർ ആകുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ ഒന്നിച്ച് ഒരേ രീതിയിൽ പോരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ക്ലിയർ ആയിരിക്കും. ഇനി അവസാനം ഇതിനാണ് യൂസസ്. അതൊരു വലിയ രസമുള്ളൊരു കാര്യം. അതായത് യൂസസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ രണ്ട് ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്, മൊത്തം പാസ്റ്റ് ടെൻസ് കളിക്കാം. പ്രസന്റിനായിട്ട് യാതൊരു ബന്ധവുമില്ല. മൊത്തം പാസ്റ്റ് ആവും. ഭൂതകാലം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്നത് ഭൂതകാലം, നമ്മുടെ ഗ്രാമം. അപ്പം ആ ഭൂതകാലത്തിലെ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം. അപ്പം നമ്മൾ രണ്ട് ആക്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ. രണ്ട് ആക്ഷൻ. ആദ്യത്തെ 1, 2 എന്ന രണ്ട് ആക്ഷനാണ്. ആദ്യം നടക്കുന്ന ആക്ഷന് എല്ലാം പാസ്റ്റ് ടെൻസ് ആണ്. ആദ്യം നടക്കുന്ന ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. രണ്ടാമത്തേന് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. അതാണ് ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. 2 events in the past. For the first one we use the past perfect. The second one simple past. അത് അണ്ടർസ്റ്റുഡ് ആണ്. രണ്ട് ആക്ഷൻ പാസ്റ്റ് ആണ്. ഉദാഹരണം നമ്മൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. When we reached the station the train had left. ഇതിൽ രണ്ട് സംഭവമാണ്. ഒന്ന് റീച്ചിങ് ദ സ്റ്റേഷൻ, രണ്ട് ട്രെയിൻ ലീവിങ്. ഇതിലേത് ആദ്യം നടക്കുന്നത്? നമ്മൾ താമസിച്ചു, സാധാരണ പോലെ നമ്മൾ ലേറ്റായി. എന്ത് പറ്റി? When we reached the station, അതാണ് രണ്ടാമത്തെ ആക്ഷൻ. ആദ്യത്തെ ആക്ഷൻ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. നമ്മളോട് ചെല്ലുമ്പോൾ ട്രെയിൻ ഇല്ല. ഇപ്പൊ രണ്ട് പാസ്റ്റ് ആക്ഷനാണ്. പിന്നെ അത് ഫസ്റ്റ് വൺ ഇതുണ്ട്, ഹാഡ് ലെഫ്റ്റ്. ഫസ്റ്റ് വൺ നമ്മൾ ഹാഡ് ലെഫ്റ്റ്. എന്തുകൊണ്ടാണ്? അതാണ് ആദ്യം നടന്നത്. സംഭവം രണ്ടും പാസ്റ്റ് ടെൻസ് ആണെന്ന് പറഞ്ഞു. ഹാഡ് ലെഫ്റ്റ്, റീച്ച്. ഇതാണ് അതിൻ്റെ ഒരു യൂസ്, പ്രധാനപ്പെട്ട ഒരു യൂസ്. അതാണ്. വീണ്ടും രണ്ടാമത്തെ എക്സാമ്പിൾ ഉണ്ട്. ബൈ ദ ടൈം ദ ഡോക്ടർ അറൈവ്ഡ് ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ്. ഇപ്പൊ ഇവിടെ ഡോക്ടർ വരുന്നു, പേഷ്യന്റ് മരിക്കുന്നു. ആദ്യം നടക്കുന്നതാണ് പേഷ്യന്റ് മരിച്ചു. ഡോക്ടർ വന്നപ്പോഴേക്കും പേഷ്യന്റ് മരിച്ചു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഡോക്ടർ വന്നാൽ നമുക്കറിയത്തില്ല. അത് നമുക്ക് അറിയത്തില്ലാത്തതായി. അത് ഡോക്ടർ താമസിച്ചേക്കാണ്. മൂന്നാമതാണ് ബിഫോർ വി കുഡ് മീറ്റ് ഹെർ ഷീ ഹാഡ് വെക്കേറ്റഡ് ദ ഹൗസ്. വെക്കേറ്റഡ് ദ ഹൗസ് ആണ് ആദ്യം നടക്കുന്നത്. ഞങ്ങൾ കാണുന്നതിന് മുമ്പ്, അവളെ കാണുന്നതിന് മുമ്പ് അവള് വീട് വിട്ടുപോയി. വെക്കേറ്റഡ്, വിട്ടുപോയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാടക വീടായിരുന്നു. അപ്പൊ അതിന് പോയെന്നുള്ളത്. വീട് വിട്ടിറങ്ങിയെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വേറെ അർത്ഥം വരും. വാടക വീടായിരുന്നുകൊണ്ട് ഇറങ്ങിപ്പോയത്തുള്ളൂ. നാലാമത്തെ ഈവൻ ബിഫോർ ഐ കുഡ് അട്ടർ എ വേർഡ് ഹി ഹാഡ് ഡൈഡ്. ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് അവൻ മരിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ അങ്ങനെ വരും. നമ്മളിങ്ങനെ നമ്മുടെ ഒരു സ്വന്തം കൂട്ടുകാരൻ, വളരെ അടുത്തുള്ള കൂട്ടുകാരൻ ലാസ്റ്റായിട്ട് ഒന്നുകൂടെ കണ്ട് ഹലോ ബൈ എന്ന് പറയാൻ, അല്ലെങ്കിൽ എന്താണ് സുഖമാണെന്ന് പറയാനായിട്ട് നമ്മൾ ഓടിച്ചെല്ലും. അവിടെ കരച്ചിൽ കഴിഞ്ഞു, മരണം നടന്നു കഴിഞ്ഞു. അപ്പോൾ ആദ്യം നടന്നതല്ല, മരണം നടന്നാൽ നടന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് രണ്ട് ആക്ഷൻസ് പാസ്റ്റ് വരുമ്പോൾ. ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ടെസ്റ്റ് ഫ്രെയിം തരും. ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യും, മറ്റേ ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അത് വളരെ ഈസിയാണ്. കാരണം ഇതിനകത്ത് ഏത് ആദ്യം നടന്ന് നോക്കിയാൽ ആദ്യം നടന്ന ആക്ഷന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണം. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? ഇനി വേറൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ the match had started before we entered the stadium. നമ്മൾ സ്റ്റേഡിയത്തിൽ കയറുന്നതിന് മുമ്പ് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ രണ്ട് ആക്ഷനിലെ ആദ്യത്തെ ഏതാ? മാച്ച് സ്റ്റാർട്ട്. So match had started. അടുത്തത് they had gone away before the guest came. ചില മീറ്റിങ്ങിലൊക്കെ അങ്ങനെയാണ്. മീറ്റിംഗ് ഇങ്ങനെ നീണ്ടു പോകും. അപ്പോൾ അവരെല്ലാം ഇറങ്ങിപ്പോയി. ഗസ്റ്റ് വന്നപ്പോൾ അവിടെ ആരും പീപ്പിൾ went away. അപ്പോൾ അതാണ് ആദ്യത്തെ. അപ്പോൾ people had gone away. മനസ്സിലാവും? Then അത് കണ്ടോ, I had eaten lunch so I was not hungry. I was not hungry, so I was not hungry. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ ലഞ്ച് കഴിച്ചു. ഞാൻ നേരത്തെ ലഞ്ച് കഴിച്ചു എന്നുള്ളതാണ് ആദ്യം നടന്നത്. അതുകൊണ്ട് ഐ ഹാഡ് ഈറ്റൻ ലഞ്ച്. അടുത്തത്
On 30th May 2020, I had worked there for 3 years. Something started in the past and continued up to another action or time. We use for plus time. Something started in the past. And the start is on 30th May 2020. No? 30th May 2020 മുമ്പ് ഞാൻ എന്ത് ചെയ്തു? അവിടെ ജോലിയായിരുന്നു. അത് മുമ്പേ ജോലി തുടങ്ങി. ആ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, അതായത് ഈ 30-ാം തീയതി 2020 30-ാം തീയതി ആയപ്പോൾ അതാണ് ഞാൻ അവിടെ എന്ത് ചെയ്തു? അവിടെ 3 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇതാണ് എത്ര ഡേറ്റ്? 30-ാം തീയതി 2020 മെയ് മാസം 30-ാം തീയതി ആയപ്പോൾ, പഴയ കാര്യമാണ്, ഇപ്പം 2021. ഇപ്പം 2020 മെയ് മാസം 30-ാം തീയതി ആയപ്പോൾ ഞാൻ അവിടെ 3 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പം സംതിങ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ്. എന്താ സ്റ്റാർട്ട് ചെയ്തത്? വർക്കിംഗ്. കണ്ടിന്യൂ അപ് ടു അനദർ ആക്ഷൻ ഓർ ടൈം. അപ്പം സംഭവം നടന്നു, ഈ പർട്ടിക്കുലർ ടൈം വരെ നടന്നു. അപ്പം എത്ര നാളായെന്നുള്ളതാണ്? 3 വർഷം. അടുത്ത് പോയി, അതായത് ഹൗ ലോങ് ടു എ പോയിന്റ് ഇൻ ദ പാസ്റ്റ്, എത്ര നാളത്തേക്ക് എന്നുള്ളതാണ്. എത്ര നാളത്തേക്ക് അയാൾ അവിടെ ജോലി ചെയ്തു, അതെല്ലാം ഭൂതകാലമാണ് കേട്ടോ. ഭാവികാലം വർത്തമാനകാലം ഇതിലൂടെ വരുന്നില്ല. എത്ര നാളത്തേക്ക് ഞാൻ ആ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം വരെ വർക്ക് ചെയ്തു എന്നാണ്. ഇപ്പം 30-ാം തീയതി മെയ് മാസം 2020 ആയപ്പോൾ ഞാൻ അവിടെ 3 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിരുന്നു. മനസ്സിലായോ? അതാണ്. പിന്നെ they had taken food packets and so they did not worry about food. They had taken food packets and so why missing out? They did not worry about food. They had taken worry about food. They did not. Past tense. Did worry എന്നുള്ള past tense. അപ്പം അവർ നേരത്തെ ഫുഡ് പാക്കറ്റ്സ് എടുത്തിരുന്നുകൊണ്ട് അവർക്ക് ഫുഡിനെ പറ്റിയുള്ള വറീസൊന്നും ഇല്ല. അപ്പം ആദ്യത്തെ ആക്ഷൻ ടേക്കിംഗ് ഫുഡ് പാക്കറ്റ്സ്. അടുത്തത്, they had on July 30th 1990 we had taught in that college for 30 years. ജൂലൈ 30th 1919 ജൂലൈ 30 ആയപ്പോഴേക്കും ഞങ്ങൾ ആ കോളേജിൽ 30 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിരുന്നു. എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ 1969 എൻ്റെ ടീച്ചിങ് കരിയർ തുടങ്ങുന്നത്. അപ്പം ജൂലൈയിലാണ്. ഇപ്പം 1919 ആയപ്പോഴത്തേക്കും 30 വർഷം കഴിഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം 69 തുടങ്ങി. ഇപ്പം എൻ്റെ കാര്യം എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. 1969, അതായത് ലോങ് പീരീഡ്. ഹൗ ലോങ്? എത്ര നാളത്തേക്ക്? ടിൽ ടു എ പോയിന്റ് ഇൻ ദ പാസ്റ്റ്. ടിൽ ടു എ പോയിന്റ് ഇൻ ദ പാസ്റ്റ് എന്നാണ് ജൂലൈ 30-ാം തീയതി 1919. തുടങ്ങിയത് 1969. അത് പറയണമെന്നില്ല. അത് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം. 1919 ജൂലൈയിൽ 1919 1999. സോറി കേട്ടോ, അത് തെറ്റിപ്പോയത്. 1999. അതായത് 1969 ഞാൻ ജോലി ചെയ്തു തുടങ്ങി 1999 വരെ. ഹൗ ലോങ് എ പീരീഡ് എന്നാണ്. അത് കൃത്യമായിട്ട് നമ്മൾ ആ തുടക്കം പറയണമെന്നില്ല. ഈ സമയമാകുമ്പോൾ ഞാൻ 30 വർഷം പഠിപ്പിച്ച് കഴിഞ്ഞിരുന്നു. 1919 ഞാൻ റിട്ടയർ ചെയ്തു. അതാണ്.
1969 തുടങ്ങി 1999 വരെ, 919 അല്ല 99 വരെ അത് ജോലി ചെയ്തു. ഇപ്പം 1969 തുടങ്ങിയെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പുറകോട്ട് നമ്മൾ നോക്കണം. അങ്ങനത്തെ കണ്ടീഷൻ. ഹൗ ലോങ് ഹി വർക്ക് ദർ ഇൻ ദ പാസ്റ്റ്. ഇപ്പം ഞാനിപ്പോൾ 2021 നിന്നുകൊണ്ടല്ലേ പറയുന്നത്. അപ്പം 30 വർഷം ഞാൻ 999 ജൂലൈ 30 ആയപ്പോൾ ഞാൻ 30 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞിരുന്നു. അതാണ് മനസ്സിലായത്. ഇത് രണ്ടാണ്. ഇനി വേറൊരു ഉപയോഗമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കണ്ടീഷണൽ സെന്റൻസിൻ്റെ കൂടെ പഠിപ്പിക്കുന്നതാണ്. എങ്കിലും അതിനെപ്പറ്റി ഞാൻ ഒരു സെക്കൻഡ് ഒരു 1 or 2 എക്സാമ്പിൾസ് തരാം. ഇപ്പം 2 മേജർ യൂസസ് എന്താണ്? ഭൂതകാലത്തിൽ 2 സംഭവങ്ങൾ നടക്കുവാണെങ്കിൽ ആദ്യം നടക്കുന്ന സംഭവം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു, രണ്ടാമത്തേന് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നു. ബിഫോർ ഐ റീച്ച് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ഓർ വെൻ ഐ റീച്ച് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അതൊരു നല്ല ക്ലാസിക് എക്സാമ്പിൾ അതിന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഒരു കുറെ നാള് ചെയ്തിരുന്ന ഒരു കാര്യം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്നപ്പോൾ ഇത്ര വർഷമായി എന്ന് പറയുക. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് എനിക്ക് തന്നെ. ഓൺ ജൂലൈ 30th, 1999. On July 30th, 1999. അത് to a point in the past ആണ്. How long? I had taught for 30 years. How long? Point of time എന്ന് പറയുന്നത് point of time the past. 1999. ഞാൻ ഇന്ന് 2021 നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം 1999 ജൂലൈ 30 പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് എത്ര വർഷമായെന്നാണ്. ഐ ഹാഡ് ടോട്ട് ഓർ വി ഹാഡ്, എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, വി ഹാഡ് ടോട്ട് ഇൻ ദാറ്റ് കോളേജ് ഫോർ 30 years. എന്തുമാത്രം ലെങ്ത് ഓഫ് ടൈം, അപ് ടു വാട്ട് പോയിന്റ് ഇൻ ദ പാസ്റ്റ്. അതാണ് ഏത് ഭൂതകാലത്തിൽ ഏത് ഡേറ്റിലാണ് ഇത്രയും നാൾ ജോലി ചെയ്തിരുന്നത് എന്ന് പറയാനാണ് അതിൻ്റെ ഉപയോഗിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമതൊരു യൂസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാനത് കണ്ടീഷണൽ ടെൻസിലൂടെയാണ് പറയേണ്ടത്. എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അതായത് നമ്മൾ പറയില്ല അൺറിയൽ കണ്ടീഷൻസ്, ഒരിക്കലും നടപ്പില്ലാത്ത ചില സംഗതികളുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നതാണ്, അതിന് ഉപയോഗിക്കുന്ന ഒരു ടെൻസാണിത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇഫ് I had lived in Mars. നടക്കുന്ന കാര്യമല്ല. ആണ് ഇഫ് I had lived in Mars. Imaginary conditions എന്നൊക്കെ പറയും. ഇമാജിനറി ഭാവന. If I had lived in Mars, I would have used UFOs to go to the earth. I would have used UFO എന്ന് പറഞ്ഞാൽ അറിയോ? Unidentified flying object. ചിലപ്പോൾ പറക്കം തളികെന്ന് കേട്ടില്ലേ? ചിലപ്പോൾ ഇങ്ങനെ കേട്ടില്ലേ? പറക്കം തളികയിലേക്കൊന്ന് പോയി. അപ്പോൾ ആൾക്കാർ പറയുന്നത് മാഴ്സിട്ടുള്ള ആൾക്കാർ ഒരു പറക്കുന്ന ഒരു തളികയിലാണ്. തളികയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഒരു വലിയ ഒരു താലി. താലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന താലി, വലിയ പാത്രം. ആ പാത്രത്തിനകത്തിരുന്നാണ് അവരിങ്ങനെ ഫ്ലൈ ചെയ്യുന്നത്. അവരെന്ത് മെക്കാനിക്സാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. അതിന് പറയുന്ന പേരാണ് UFO, അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്. Unidentified flying object. ഇതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്താണ് അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്. UFO നിങ്ങൾക്ക് ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടില്ലേ ഇതിൻ്റെ പേരെന്നാ? അക്രോണിം.
അക്രോണിം ഇങ്ങനെ ഉണ്ടാക്കുന്ന വാക്കുകളുടെ പേരാണ് അക്രോണിം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ എടുത്ത് ചേർത്ത് കൂട്ടിയിട്ട് ഒരു വാക്കുണ്ടാക്കുക. അതാണ് ഹു, WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഒരു ഉഫോ. ഇപ്പം നമ്മുടെ കമ്മിങ് ബാക്ക് ടു ദിസ്, എന്താണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഇഫ് ഐ ഹാഡ് ലിവ്ഡ്, past perfect, I would have used UFO to come to the earth. ഞാൻ മാർസിലായിരുന്നെങ്കിൽ, അങ്ങനെയല്ലല്ലോ, ഇല്ല ഈ നമ്മുടെ ഭൂമിയിൽ വരാൻ ഞാൻ ഉഫോ ഉപയോഗിച്ചത്. ശരിക്കും ഞാനിത് കണ്ടീഷണൽ ടെൻസിലാണ് പറയേണ്ടത്, എങ്കിലും ഞാൻ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഉപയോഗം വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്ക് മനസ്സിലായോ ഇല്ലെങ്കിൽ സാരമില്ല, നമുക്ക് ഭാവിയിൽ അത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും വിഷമിപ്പിക്കാനൊന്നും വിചാരിക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, യു ഗോട്ട് ദ പോയിന്റ്. സോ ഫോം മനസ്സിലായി, അതിൻ്റെ കൺട്രാക്ഷൻ മനസ്സിലായി. ദാറ്റ് എച്ചും എയും നമുക്ക് ഉപേക്ഷിച്ചിട്ട് ഒരു അപകർഷപ്പെട്ടാണ് ഞാൻ അവിടെ ഒരു തെറ്റ് വരുത്തിയാലും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നെഗറ്റീവിൻ്റെ കൺട്രാക്ഷൻ സാധാരണ പോലെ തന്നെ അല്ല. WH ക്വസ്റ്റ്യൻ. പിന്നെ അതിൻ്റെ ഉപയോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ രണ്ട് പാസ്റ്റ് ആക്ഷൻസ്, രണ്ട് സംഭവം ഭൂതകാലത്ത് നടക്കുന്നു. ആദ്യം നടക്കുന്ന സംഭവത്തിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നു, രണ്ടാമത്തേന് സിമ്പിൾ പാസ്റ്റ്. പിന്നെ വേറെ ഒരു ഉപയോഗം സാധാരണയായിട്ടുള്ളതാണ്. നമ്മൾ ഭൂതകാലത്തിൽ കുറേ നാളത്തേക്ക് ചെയ്ത ഒരു ജോലി അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു ജോലി അല്ലെങ്കിൽ ഒരു സംഭവത്തെ പറ്റി പറയുക അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി പറയുക, അത് എത്ര നാള് ഭൂതകാലത്തിൽ തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആയി. ഞാൻ പറഞ്ഞ എൻ്റെ എക്സാമ്പിൾ, ഓൺ July 30th, 1999, I had taught in that college for 30 years. July 30th, 1999 എന്ന് പറയുന്നതാണ് ഭൂതകാലത്തിലുള്ള പർട്ടിക്കുലർ പോയിന്റ്. ആ പോയിന്റ് വരെ എത്ര നാളത്തേക്ക് ഞാൻ വർക്ക് ചെയ്തു? ഹൗ ലോങ്? 30 years. അങ്ങനെ പറയാനാണ് ഇത്. ഒന്നാമത് ഞാൻ പറഞ്ഞു imaginary conditions, impossible conditions. If I had lived in Mars, so that I would have come to the earth using a UFO, using an UFO, an unidentified flying object. പറക്കുന്ന തളിക ക്ലിയർ ആയില്ല, നമ്മളെ സംശയങ്ങളില്ല. വെരി ഗുഡ്, ബൈ.